ദീർഘനാളത്തെ പ്രതിസന്ധികൾക്ക് ശേഷം കേരളത്തിലെ റബ്ബർ വിപണിയിൽ ശുഭസൂചനകൾ. 2026 ആദ്യപാദത്തിൽ റബ്ബർ വിലയിൽ രേഖപ്പെടുത്തിയ വർധനവ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവുമാണ് വില ഉയരുവാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 150 മുതൽ 170 രൂപയിൽ തങ്ങി നിന്നിരുന്ന RSS ഗ്രേഡ് റബ്ബറിന്റെ വില ഇപ്പോൾ 200 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. വരും മാസങ്ങളിൽ ഇത് കൂടുതൽ ഉയർന്നേക്കാമെന്നാണ് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപാദന മാന്ദ്യവും ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകതയുമാണ് ആഗോളതലത്തിൽ വില ഉയരാൻ കാരണമായത്. കൂടാതെ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ടാപ്പിംഗ് തടസ്സപ്പെട്ടതും വിപണിയിൽ റബ്ബറിന്റെ ലഭ്യത കുറച്ചു. റബ്ബർ സബ്സിഡി വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ ബോർഡ് വഴിയുള്ള പുതിയ പദ്ധതികളും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ടാപ്പിംഗ് ഉപേക്ഷിച്ച് പല കർഷകരും കൃഷിയിലേക്ക് മടങ്ങിവരാൻ ഇത് പ്രേരിപ്പിക്കുന്നു. വില ഉയരുന്നുണ്ടെങ്കിലും വളത്തിന്റെ വില വർധനവും തൊഴിലാളി ക്ഷാമവും കർഷകർക്ക് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നുണ്ട്. ഇറക്കുമതി തീരുവയിലെ മാറ്റങ്ങൾ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും കർഷകർക്ക് ആശങ്കയുണ്ട്. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിൽ നിന്നുള്ള ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2026 വർഷം കേരളത്തിലെ റബ്ബർ മേഖലയ്ക്ക് മികച്ചതാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.